പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മമല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. യേശുവിൽ സകലതും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാകും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ പറയും, ഈ പ്രഭാതത്തിൽ സകലതും യേശുവിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അതെനിക്ക് ഉണ്ടായി വരുമെന്ന് അങ്ങയുടെ വചനം എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്താൽ സകലതും കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ സ്വഭാവം ആഴമായി മനസ്സിലാക്കിയവർക്ക്, വാഗ്ദത്തങ്ങൾ കേട്ടവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയണം, അത് ഉണ്ടായി വരുവാൻ പോവുകയാണ്, അത് ഉളവാകാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഇതാ ഈ വാക്യത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവത്തിൽ എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അവനിൽ ഊവെന്ന് തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ആ അവകാശത്തിലേക്ക് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 19-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ ഒന്നുകൂടെ വ്യക്തമാക്കിയാണ്. 19-ാമത്തെ വാക്യത്തിലേക്ക്, ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവനിൽ ഊവ് എന്നത്രേ ഉള്ളൂ. എന്നെ കേൾക്കുന്നവരെ, പൗലോസും കൂട്ടരും പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ ഉണ്ട് എന്നും ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും അല്ല. കർത്താവിൽ സകലതും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും ഉണ്ടായി വരുവാൻ പോവുകയാണ്, ഉളവാകാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അബ്രഹാം ദൈവത്തിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചൊരു പദം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതിന് പോലെ വിളിക്കുന്നവനാണ്. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിക്കാമെങ്കിൽ പാഴും ശൂന്യമായി ആഴത്തിനും ഇത് ഇരുളായിരുന്ന ഭൂമിയുടെ മേളിൽ അവൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവനാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ സമയം മുതൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയായ ഒരാള്, ഇതാ അവൾ വിധവയാണ്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഇതാ അവൾ വന്ന് എലീശയോട് പറയുകയാണ്, എൻ്റെ 2 മക്കളെയും കടക്കാർ അടിമകളാക്കി കൊണ്ടുപോകാൻ പോവുകയാണ്, കടഭാരത്താൽ ഞാൻ ഭാരപ്പെടുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്, നിന്റെ കയ്യിൽ എന്താണുള്ളത്?
അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അവളോട് ഇതാ പ്രവാചകൻ ആവശ്യപ്പെടുകയാണ്, നീ പോയി നിനക്ക് കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ വായ്പ വാങ്ങണം. ആ പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിന്റെ വീട്ടിനകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളുടെ മേളിലേക്ക് എണ്ണ പകരണം. എന്നെ കേൾക്കുന്നവരെ, ഇതാ അവൾ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആ പാത്രങ്ങൾ മുഴുവൻ നിറയുവാൻ തുടങ്ങി. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക്, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. എന്നെ കേൾക്കുന്നവർ, ഈ വചനം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാ പാത്രങ്ങൾ അവസാനിച്ചതോടെ ഇതാ അവളുടെ മകൻ പറയാണ്, ഇനി പാത്രം നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞതോടെ എണ്ണ അവിടെ നിന്നു പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് നിങ്ങൾ ഇന്നു മുതൽ വർധനവിൻ്റെ ദൈവത്തെ അറിയാം. സകലതും ഇല്ല എന്നല്ല പറയുന്നത്, അവനിൽ സകലതും ഉണ്ടാകും. ഞാൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടായി വരും. ഹല്ലേലൂയ. ആ നിലയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം. ഇതാ അബ്രഹാമും തൻ്റെ മകനായ ഇസഹാക്കും യാഗത്തിന് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. മോറിയ മലയുടെ താഴ്വരയിൽ എത്തുമ്പോൾ അപ്പനോട് മകൻ ചോദിക്കുകയാണ്, അപ്പ, നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, യാഗമൃഗം എവിടെയാണ്? അബ്രഹാം മറുപടി പറയുകയാണ്, മകനെ, യഹോവ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ കരുതിക്കൊള്ളും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ല എന്നുള്ളൊരു പദം മാറ്റിയിട്ട് ദൈവം കരുതുന്നവനാണെന്ന്, ദൈവം അത് ചെയ്യുമെന്നുള്ള ഉറപ്പിനകത്ത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. എത്ര പേർ ഒരുമിച്ചൊന്ന് പറയും, എൻ്റെ ദൈവം അത് ചെയ്യാൻ ശക്തനാണ്. ആ ഉറപ്പിനകത്ത് ഇന്ന് പകൽ ആ ബോധ്യത്തോടെ പറയണം, സകലതും ഉളവാകും. ഞാൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു, എൻ്റെ കടഭാരം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറന്നു എന്ന് വിശ്വസിക്കുന്നു, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ വിശ്വാസത്തോടുകൂടെ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങും? നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി പറച്ചിലിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ആ ഉണ്ട് എന്നുള്ള ബോധ്യത്തിനകത്ത്, ആ എക്സാമിൽ നിങ്ങൾ ജയിച്ചു എന്നുള്ള ബോധ്യം നിങ്ങളുടെ വെളിയിൽ വ്യാപരിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിപ്പമായി ചെയ്തു. ഒറ്റ വാക്യം കൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഈ വചനത്തിന്റെ ആഴമെന്ന് പറയുന്നത് മുകളിലത്തെ വാക്യങ്ങൾ ദൈവം താലന്ത് കൊടുത്തവനോട് കണക്ക് പറയുന്ന വാക്യമാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉള്ളവന് ഏവന് ലഭിക്കും. ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് ഉണ്ടായി വരും. എന്നെ കേൾക്കുന്നവരെ, ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ വലിയ കാഴ്ചപ്പാടിൽ ഇന്ന് ഈ പകൽ സകലതും എനിക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്നുള്ള ബോധ്യം, എനിക്ക് വേണ്ടി ദൈവം ചെയ്തു എന്നുള്ള ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് നന്ദി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞ് ഇന്ന് നിങ്ങളുടെ വിടുതൽ ലഭിച്ചു എന്നുള്ള ബോധ്യം, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വരുമെന്നല്ല, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. ആ ആഴമേറിയ ബോധ്യത്തിനകത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളില്ല എന്നുള്ള ബോധ്യത്തിലല്ല, അവനിൽ സകലതും ഊവെന്നാണ് ഉണ്ടായി വരാൻ പോവുകയാണ്. സകലതും ലഭിച്ചു എന്നുള്ള ബോധ്യത്തിനകത്ത് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ആ രോഗസൗഖ്യത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മകൾ ഉളവായി വരികയാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൈമാറണമെന്ന് ഉറപ്പിക്കുന്നു. ഒരാൾക്കും കൂടെ ഇത് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമേ. അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമേ. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ കാണുവാൻ ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങൾ കടന്നു വരണമേ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ കാണുമാറാകട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.